നമസ്കാരം. രാജ്യം സംഘർഷ സാഹചര്യം നേരിടുമ്പോൾ സൈന്യത്തിനും രാജ്യ താൽപര്യത്തിനുമൊപ്പം നിന്നതിന്റെ പേരിലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ പാർട്ടിയുടെ കണ്ണിൽ കരടായി മാറുന്നത്. വ്യക്തിപരമെന്ന് അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി നിലപാടുകളെയാണ് പാർട്ടി ചോദ്യം ചെയ്യുന്നത്. ഇതോടെ പാർട്ടി ലൈനിൽ നിന്നും കോൺഗ്രസ് വ്യതിചലിക്കുന്നു എന്നാണ് തരൂരിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റം. എന്നാൽ താൻ ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾ വ്യക്തമാക്കിയെന്നാണ് തരൂർ ഉറച്ചു വിശ്വസിക്കുന്നത്. രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല ഇപ്പോഴെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ താക്കീതിലും തരൂർ ഇപ്പോൾ കുലുങ്ങില്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ മുതൽ രാഹുൽ ഗാന്ധിയുമായി നല്ല രസത്തിലല്ല തരൂർ. പാർട്ടിയിൽ അവസരങ്ങൾ നൽകാതെ ചവിട്ടി താഴ്ത്താനാണ് ശ്രമം നടക്കുന്നതെന്ന വികാരവും തരൂരിനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് പാർട്ടിക്കും എളുപ്പത്തിൽ തരൂരിനെ തള്ളാൻ കഴിയില്ല. കാരണം രാജ്യ താൽപര്യം മുന്നിൽ നിർത്തിയാണ് തരൂർ സംസാരിച്ചത്. തരൂരിന്റെ ഈ നിലപാടിനെ അനുകൂലിക്കുന്ന നിരവധി പേർ പാർട്ടിയിലും ഉണ്ട് താനും. അതുകൊണ്ട് തരൂരിനെതിരായ കോൺഗ്രസ് നടപടി താക്കീതിൽ ഒതുങ്ങും. AICC താക്കീതിന് പിന്നാലെയും പറഞ്ഞതിൽ ഉറയ്ക്കുകയാണ് ശശി തരൂർ. ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് വ്യക്തമാക്കിയതെന്നാണ് തരൂരിന്റെ പക്ഷം. അതേസമയം പാർട്ടി താക്കീത് മറികടന്ന് പരസ്യ പ്രതികരണവുമായി ശശി തരൂർ മുന്നോട്ട് പോയാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഹൈക്കമാൻഡിന്റെ ആലോചന. ശശി തരൂരിന്റെ പ്രസ്താവനകൾ നിരവധി തവണ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും എന്നാൽ പ്രവർത്തക സമിതി അംഗത്തിന്റെ ഭാഗത്ത് നിന്നുള്ള തുടർച്ചയായ നടപടി ഗൗരവതരമാണെന്നും നേതാക്കളിൽ ഒരു വിഭാഗം പറയുന്നു. നേതൃത്വവുമായി ഉളക്കി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴിയാണ് ശശി തരൂർ തേടുന്നതെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രതികരണം നടത്തിയതിനാലാണ് ശശി തരൂരിനെ ഇന്നലെ താക്കീത് ചെയ്തത്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ അറിയിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സമയം ഇതല്ലെന്നും നേതൃത്വം തരൂരിനെ അറിയിച്ചിരുന്നു. തരൂർ പരിധി ലംഘിക്കുകയാണെന്ന കടുത്ത വിമർശനമാണ് മുതിർന്ന നേതാക്കൾ യോഗത്തിൽ ഉയർത്തിയത്. ഇതോടെയാണ് AICC താക്കീത് ചെയ്തത്. പഹൽഗാം സംഭവത്തിന് പിന്നാലെ നടന്ന 3 പ്രവർത്തക സമിതി യോഗത്തിലൂടെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ്. അത് തള്ളിയാണ് തരൂർ കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ ഇത് വലിയ ആശങ്കക്കുഴപ്പമുണ്ടാക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടി ലൈൻ അനുസരിക്കണമെന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയത്. അതേസമയം ശശി തരൂരിനെതിരെ തുടർ നടപടികൾ ഇപ്പോൾ ആലോചനയിലില്ല. പാർട്ടി ലൈൻ മാറുന്നതിലെ അതൃപ്തി താക്കീതിൽ ഒതുക്കും. തരൂരിന്റെ തുടർ നിലപാടും പ്രതികരണങ്ങളും നിരീക്ഷിക്കും.